ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പല ക്ലാസ്സുകളിലായി സ്നാനത്തെ അധീനിക്കുന്ന പാഠങ്ങൾ നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ആഗ്രഹിച്ച പ്രിയമക്കളുടെ സ്നാന ശുശ്രൂഷയും ക്ഷേമമായിട്ട് നടക്കുവാൻ ഇടയായിട്ട് തീർന്നു. എങ്കിലും ചില ക്ലാസ്സുകൾ കൂടി ഈ വിഷയബന്ധത്തിൽ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് സ്നാനത്തെക്കുറിച്ചുള്ള അപ്പസ്തോലിക ഉപദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 അപ്പോസ്തലന്മാർ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. അതിൽ 3-ാമത്തെ കാര്യം അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന വിശദീകരണങ്ങളിലൂടെ പ്രബോധനങ്ങളിലൂടെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ പല ലേഖനങ്ങളിലായിട്ട് ഈ വിഷയം വളരെ സവിസ്തരം വിശദീകരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് അപ്പോസ്തലനാണ് എന്ന് നമ്മൾ കണ്ടു. കൊലോസ്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും എല്ലാറ്റിലും ഉപരിയായി റോമാലേഖനത്തിലും വളരെ സവിസ്തരമായ വിശദീകരണം ആ ബന്ധത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനതിൽ ഓർപ്പിച്ചതുപോലെ എല്ലാം വളരെ സവിസ്തരമായി നമ്മൾ ചിന്തിക്കുന്നില്ല. എങ്കിലും അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തും ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിലും പറഞ്ഞിരിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. സ്നാനത്തിൽ ഒരു വ്യക്തി ക്രിസ്തുവിനോട് ചേരുകയാണ്. ആ 2 വാക്യങ്ങളിലും ആ സത്യം നമ്മൾ വളരെ വിശദമായും വ്യക്തമായിട്ടും കാണുന്നുണ്ട്. എന്ത് അതർത്ഥമാക്കുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ വിശദീകരണത്തിലേക്ക് ഇനി പോകേണ്ടതില്ല എന്ന് കരുതുന്നു. എന്നാൽ അതോട് ചേർത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് ഞാൻ ഒടുവിലായി പറഞ്ഞ് നിർത്തിയത്. ക്രിസ്തുവിനോട് ചേരുന്ന ഏറ്റവും അനുഗ്രഹീതമായൊരു സാക്ഷ്യം സ്നാനത്തിലൂടെ നൽകുമ്പോൾ അങ്ങനെ സ്നാനപ്പെട്ടവർക്ക് സഭയോട് ചേർന്ന് സാക്ഷ്യം വഹിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതായ കാര്യം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അതിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചു. ഒത്തിരി വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ആ സത്യത്തിൻ്റെ കാതലായ സൂചന പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വാക്യം നമുക്കെല്ലാം മനപ്പാടാ അറിയാം. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അടുത്ത വാചകം എന്താണ്? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ യെരുശലേമിലെ ആ സഭ രൂപപ്പെടത്തക്കവണ്ണം മുഖാന്തരമായി തീർന്ന പശ്ചാത്തലം നമുക്കറിയാം. 120 പേരടങ്ങുന്ന ആ സംഘം പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അക്ഷരാർത്ഥത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും സഭ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അന്ന് ആദ്യ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ട 3000-ഓളം പേർ സ്നാനമേറ്റു, ആ കൂട്ടത്തോട് ചേർന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും 42-ാമത്തെ വാക്യത്തിൽ അവർ ചെയ്തു വന്ന 4 കാര്യങ്ങൾ
നമുക്കെല്ലാവർക്കും അറിയാം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, പിന്നെ കൂട്ടായ്മ ആചരിച്ചു, 3 അപ്പം നുറുക്കി, 4 പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ അവിടെ അതിൻ്റെ വിശദീകരണങ്ങൾക്ക് നമ്മൾ ധാരാളം ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും 1-2 വാചകം ഞാൻ അവിടെ എടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവർ ആ കൂട്ടത്തോട് ചേർന്ന് സാക്ഷ്യം വഹിക്കുമ്പോൾ ആ കൂട്ടം ഈ 4 കാര്യങ്ങളിൽ ശുഷ്കാന്തിയോടെ പങ്കുകൊണ്ടിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആ വാക്യത്തിൽ ഒരു പ്രത്യേക പ്രയോഗമൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ പുസ്തകത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ അവരെങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മൾ വായിക്കുന്നത് ദ കണ്ടിന്യൂഡ് സ്റ്റഡ്ഫാസ്റ്റ്ലി എന്നുള്ളതായ ആ പ്രയോഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ട മക്കളും കഴിഞ്ഞ നാളുകളിൽ സ്നാനമേറ്റവരായ നമുക്കും ഈ 4 കാര്യങ്ങൾ ശുഷ്കാന്തിയോടുകൂടി തുടരാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ സൗകര്യപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യാം, സൗകര്യപ്പെടുന്നില്ലെങ്കിൽ വേണ്ട എന്നുള്ളത് അലസമായ സഭാജീവിതമാണ്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിന് സ്നാനപ്പെട്ട ഒരാൾക്ക് ഉത്സാഹത്തോടു കൂടി ഈ 4 കാര്യങ്ങളിൽ ആയിരിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തമായി നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ട മക്കളോട് അവർക്ക് വേണ്ടിയാണല്ലോ ഈ പാഠം ഇപ്പോൾ പറയാനിടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ലൊരു തീരുമാനമെടുക്കാൻ പറ്റിയ സമയമാണ്. കാരണം സ്നാനപ്പെട്ട ശേഷം സ്ഥലം സഭയോട് ബന്ധപ്പെട്ടതായ ഈ കൂടിവരവുകളെ ഉപേക്ഷയായി വിചാരിക്കാതെ അതിൽ തുടരാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെ സ്നാനപ്പെട്ട പല ആളുകളും അത് വേണ്ട പോലെയൊക്കെ ശരിയായിട്ട് പാലിക്കാതെ കുറവുകളും പോരായ്മകളും ഒക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. കുറവുകളും പോരായ്മകളും വന്നവർക്ക് അതൊക്കെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടാനുള്ളതായ അവസരമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ വീഴ്ചകൾ വന്ന ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ, അതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വിഷയത്തിൽ നല്ല നിർണയത്തോടു കൂടി ആയിരിക്കാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ആ ബന്ധത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാം, അതിലേക്ക് ഞാനിപ്പോൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ സഭായോഗങ്ങൾ എന്നുള്ളത് പുതിയ നിയമത്തിലെ എന്തോ ഒരു പ്രധാനപ്പെട്ടതായൊരു വിഷയമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ അലസമായി കാണാൻ പാടില്ല, അത് ഗൗരവമായി ഉൾക്കൊള്ളേണ്ടുന്നതായൊരു കാര്യമാണ്. ഞാൻ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലാണല്ലോ സഭായോഗങ്ങളുടെ ഏറ്റവും കൃത്യമായ ഉപദേശം വിശദീകരിക്കപ്പെടുന്നത്. 10-ാം അധ്യായത്തിന് 24-25 വാക്യങ്ങൾ എല്ലാ സഭാംഗങ്ങളും മനഃപ്പാഠം പഠിക്കണം. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. അപ്പോൾ അന്ന് ചിലരങ്ങനെ ചെയ്യുന്നവരുണ്ടായിരുന്നു. ആ വചനം പറയുമ്പോൾ പല ദേവദാസന്മാരും പറയാറുണ്ട്, ഇന്ന് അങ്ങനെ ചെയ്യുന്ന പലരുണ്ട്. ഒരു സഭ നന്നായി പോകുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ സഭാംഗങ്ങളും സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ ഏറ്റവും വിശ്വസ്തമായിട്ട് അതിൽ പങ്കുകൊള്ളും.
പ്രിയപ്പെട്ടവർ, ഒരു സഭ ഏറ്റവും നന്നായി പോകുന്നു എന്നുള്ളതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണിത്. കാരണം ഒരു സ്ഥലം സഭയുടെ അസ്തിത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഭായോഗങ്ങൾ. സഭായോഗങ്ങളില്ലാതിരുന്ന കുറച്ച് കാലം നമുക്ക് കഴിഞ്ഞ നാടുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സഭായോഗങ്ങൾ ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സഭയുണ്ട് എന്ന് കടലാസിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമായ പ്രയോജനം ഇല്ല. അപ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, സഭായോഗങ്ങൾ എന്നുള്ളത് ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായ സ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് അവിടെ നമുക്ക് വിശ്വസ്തരായിരിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ അവിടെ ഒരു വാക്കൊന്ന് എടുത്തു പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്ന് ഓർക്കുന്നില്ല. 10-ാം അധ്യായത്തിൽ ഈ കാര്യം പറയുന്നതിന് മുമ്പ് അവിടെ ഒരു ഉപദേശം പറയുന്നുണ്ട്. ആ ഉപദേശം നമുക്ക് എല്ലാം അറിയാം. നമ്മൾ ആരാധനായോഗത്തിലൊക്കെ വായിക്കാറുള്ള വാക്യമാണ്. യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. അതോർത്ത് നമ്മൾ എത്രയോ സ്തോത്രം ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ കർത്താവ് തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ ചിന്തി നമുക്ക് ദൈവസന്നിധിയിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാനുള്ള വലിയ വാതിൽ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനുള്ള വലിയ വാതിൽ നമുക്ക് തുറന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതായതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ വാതിൽ തുറന്നു കിട്ടിയെന്നുള്ളത് യഹൂദന് ആ വാതിൽ തുറന്ന് കിട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളതായ കാര്യം ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവവും മഹത്വവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അതോർത്ത് സ്തോത്രം ചെയ്യുന്നൊരു ദൈവവൈതലിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അത് വിശ്വസ്തമായി സൂക്ഷിക്കാം. ഇവിടെ 4 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കൂടിവരവുകളെ സംബന്ധിക്കുന്ന സൂചന ഉണ്ട്. ഞാൻ ഒരു വാചകം മാത്രം പറയുന്നു. ഈ 4 കാര്യങ്ങൾക്കുള്ള സൗകര്യം ഒരു പ്രാദേശിക സഭയിൽ ഒരുക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഒരു സഭാ നേതൃത്വത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിട്ടാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് സഭാംഗങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ നിശ്ചയമായിട്ടും ഈ തീരുമാനം എടുത്ത് അത് ആവോളം കൃത്യമായി സൂക്ഷിക്കാനായിട്ട് ഉത്സാഹിക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിനോട് ചേരുക എന്നുള്ളതിൽ ഗലാത്യർ 3:27 മറ്റൊരു സത്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. അതോടൊന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം എന്ന് വിചാരിക്കുകയാണ്. 3:27 ഒന്ന് വായിച്ചോളൂ. ഗലാത്യർ 3:27. അപ്പോൾ അവിടെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു എന്ന് റോമർ 6 പറഞ്ഞിട്ടുള്ളതായ കാര്യം ഇവിടെയും ആവർത്തിക്കുകയാണ്. ആ പ്രയോഗം ഞാൻ ഇനി ആവർത്തിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. പക്ഷെ അവിടെ റോമാലേഖനത്തിൽ പറയാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ആരെ ധരിച്ചിരിക്കുന്നു? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നമ്മുടെ യോഗത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾ സ്നാനപ്പെട്ടവരാണ്. അപ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, അപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അത് വളരെ മനോഹരമായ ആഴമേറിയ ആത്മീക സത്യങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു പ്രയോഗമാണ്. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ,
ചില ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചുള്ള യൂണിഫോം ധരിച്ചാണ് ആ ജോലി ചെയ്യാറ്. അത് നമുക്ക് വളരെ ലളിതമായിട്ട് അറിയാവുന്നതായൊരു കാര്യമാണ്. ഒരു പോലീസുകാരനെ നമ്മൾ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ കാർഡ് നോക്കിയല്ല, പിന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ താൻ ധരിച്ചിരിക്കുന്നതായ ആ യൂണിഫോമിൽ താൻ ആരാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകത്തക്കവണ്ണം ഉള്ളൊരു വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ലളിതമായൊരു ആത്മീക സത്യം അവിടുന്ന് ഓർപ്പിക്കട്ടെ. ഒരു യൂണിഫോം ധരിച്ചൊരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം താൻ കൂടുതൽ സൂക്ഷ്മതയോടെ വർത്തിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അവൻ മദ്യപിച്ച് ഓടയിൽ കിടന്നാൽ അത് അവൻ്റെ ജോലിയെയും അവൻ ഏതൊരു സംവിധാനത്തെ പ്രതിനിധീകരിക്കുന്നുവോ അതിനെല്ലാം അപമാനമായിരിക്കും. ഞാനിന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ട മക്കളും ഉൾക്കൊള്ളത്തക്കവണ്ണം ഈ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ആളുകൾ എന്തോ ഒരു സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. പക്ഷേ നാം കർത്താവിനെ ധരിച്ചിരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഭാഗത്ത് വരുന്ന വീഴ്ച നമുക്ക് മാത്രമല്ല അപമാനം, പിന്നെ ആർക്ക് അപമാനം വരും? ക്രിസ്തുവിന് അപമാനം വരും. അതോട് ചേർത്ത് നമ്മൾ ഓർക്കാനുള്ളൊരു വാക്യം നിങ്ങൾക്കറിയാമായിരിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവന് ലോകാപവാദം വരുത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നാനപ്പെട്ടൊരു ദൈവ പൈതൽ അവിവേകമായി സംസാരിച്ചാൽ, അയോഗ്യമായി പെരുമാറിയാൽ, അത് ആ ഏതൊരു വ്യക്തിയെ ധരിച്ചിരിക്കുന്നുവോ ആ വ്യക്തിക്ക് ലോകാപവാദം വരാൻ മുഖാന്തരമായിട്ട് തീരും. റോമാലേഖനത്തിൽ യഹൂദൻ്റെ പാപം പറയുമ്പോൾ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്, നിങ്ങൾ നിമിത്തം എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറെ സൂക്ഷിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കർത്താവ് ഒരു കുറ്റവുമില്ലാത്തവനാണ്. ആ ഒരു കുറ്റവുമില്ലാത്ത കർത്താവിൻ്റെ നാമം നാം മുഖാന്തരം അവമതിക്കപ്പെടാനോ അത് അപമാനിക്കപ്പെടാനോ ഇടയായിട്ട് തീരുന്നത് സ്വർഗത്തെ വളരെ വേദനിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും സൂക്ഷ്മതയോടെ കരുതുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഒരു വാക്യം പറയാൻ എൻ്റെ മനസ്സിൽ വരുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശിഷ്യനായ തിമോഥെയോസിന് എഴുതുന്ന 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇതിൻ്റെ ഒരു മറുവശം പറയുന്നുണ്ട്. 5 കാര്യങ്ങളിൽ തിമോഥെയോസേ, നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. വാക്കിലും നടപ്പിലും വിശ്വാസത്തിലും പിന്നെ സ്നേഹത്തിലും നിർമ്മലതയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം ആന്തരികമായി ശരിയായിരുന്ന മാത്രം പോരാ. ആന്തരികമായി വിശുദ്ധിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിന് കർത്താവ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മുമ്പേ അകം വെടിപ്പാക്കാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ആന്തരികമായി മാത്രം ശരിയായിരുന്നാൽ പോരാ. പിന്നെയോ നാം കൊടുക്കുന്ന ബാഹ്യ സാക്ഷ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പൗലോസ് എന്ത് ഗൗരവമായിട്ടാണ് ഈ കാര്യം തൻ്റെ അരുമ ശിഷ്യനെ ഓർപ്പിക്കുന്നതായിട്ട് നാം കാണുന്നത്. അവൻ്റെ ജീവിതത്തെ നിർമ്മലമായി സൂക്ഷിക്കാനുള്ള എല്ലാ ഉപദേശങ്ങളും നൽകുകയാണ്. അവൻ്റെ സഭയ്ക്കകത്തൊക്കെ പെരുമാറുമ്പോൾ തിമോഥെയോസിനേക്കാൾ പ്രായം കുറഞ്ഞ സഹോദരിമാരോടും ഒക്കെയുള്ള പെരുമാറ്റത്തിൽ ആ നിർമ്മലത സൂക്ഷിക്കണം എന്നുള്ളത് എന്ത് ഗൗരവമായിട്ടാണ്
തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ മുഴുവനും ആ നിലയിൽ സൂക്ഷ്മതയോടെ കരുതാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അതുകൊണ്ട് ഗലാത്യർ 3:27 നൽകുന്ന ഈ വലിയ സന്ദേശം എല്ലാ ഗൗരവത്തിലും ഉൾക്കൊണ്ട് പ്രായോഗികമാക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഈ ദൈവദാസൻ ലേഖനത്തിലേക്ക് വരുമ്പോൾ എന്ത് പ്രധാനപ്പെട്ട സത്യങ്ങളാണ് സ്നാനത്തിൻ്റെ ഉപദേശപരമായ വശത്ത് ഓർപ്പിച്ചുണർത്തുന്നതായി നമ്മൾ കാണുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ ലേഖനങ്ങളിൽ ധാരാളം ഉപദേശങ്ങൾ ഈ ബന്ധത്തിൽ ഉണ്ട്. ഇനി ഒരു കാര്യവും കൂടെയാണ് നമ്മൾ ലേഖനങ്ങളിൽ നിന്ന് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തോട് ചിന്തിച്ചാൽ നമ്മുടെ ഈ വിഷയത്തിലെ അടിസ്ഥാന പഠനം പൂർത്തീകരിക്കാം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വന്നാൽ ഇനി പറയാത്ത കുറേ അധികം കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് പക്ഷേ എല്ലാം സവിസ്തരമായി നമ്മുടെ ഈ പഠനത്തിൽ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പിന്നെ അതേ തുടർന്ന് സ്നാനപ്പെട്ടവർ കരുതേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർപ്പിച്ച് നമ്മുടെ ഈ ക്ലാസ്സുകൾ പഠനം അവസാനിപ്പിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഉപദേശത്തിൽ പൗലോസ് നൽകുന്ന രണ്ടാമത്തെ ഒരു സുപ്രധാനമായ കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടുള്ള ഏകീഭാവമാണ് സ്നാനത്തിൽ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നത്. ഇതിൻ്റെ ഒരു സൂചന ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. 2 വേദഭാഗങ്ങളും പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ അത് ഉണ്ടായിരിക്കും. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും പിന്നെ കൊലോസ്യർ 2:12 വാക്യത്തിലും ഈ സത്യം ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ ആ പ്രധാനപ്പെട്ട പോയിൻ്റ് ഒന്നോടെ പറഞ്ഞോട്ടെ. കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടുള്ള ഏകീഭാവമാണ് സ്നാനത്തിൽ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നല്ല പരിചയമുള്ളതോ ഒക്കെ ആണെങ്കിലും ഇവിടെ നമ്മളൊന്ന് വായിച്ചു പോവുകയാണ്. മുക്കിയാണ് സ്നാനപ്പെടുത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായിട്ട് ഞാനത് അന്ന് ചുരുക്കമായി പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ കാണും അത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനും ആ കാര്യം ഉപയോഗിച്ചിരുന്നു. രക്ഷിക്കപ്പെട്ടവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. അന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു, മരിച്ചയാളെ കുഴിച്ചിടാവുള്ളൂ, മരിക്കാത്ത ഒരാളെ കുഴിച്ചിടാനായിട്ട് അനുവാദമില്ല. അപ്പോൾ ഈ സത്യങ്ങൾ ഈ പ്രയോഗത്തിലൂടെ നമ്മളൊന്ന് നേരത്തെ ചിന്തിച്ചതാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ഉപദേശപരമായ വിശദീകരണമാണ്. വായിച്ചാട്ടെ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പോൾ അവിടെ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 3 കാര്യങ്ങളോടുള്ള ഏകീഭാവം സ്നാനത്തിൽ നടക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പം അതിൻ്റെ ഈ 3 കാര്യങ്ങൾ ഞാനൊന്ന് എടുത്ത് പറയാം, അല്പം വിശദീകരിക്കുകയും ചെയ്യാം. ഒത്തിരി പ്രായോഗിക പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു ഉപദേശമാണ് സ്നാനത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസൻ ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്ന്, കർത്താവിൻ്റെ മരണത്തോടുള്ള ഏകീഭാവം. നമുക്കറിയാം, നാം വായിച്ച വാക്യങ്ങളിൽ 3 വാക്യങ്ങളിലും ഈ പരാമർശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ ഈ വിഷയം പറയുമ്പോൾ എന്ത് പ്രാധാന്യത്തോടു കൂടിയാണ് ഇത് വിശദീകരിക്കുന്നത്. ഞാൻ ഒരു വാചകം നമ്മളെല്ലാവരും സാധാരണ പറയുന്നൊരു വാചകമെങ്കിലും പറയാതിരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതുകൊണ്ട് ഓർപ്പിക്കുകയാണ്. യേശു ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടിയാണ് നമ്മുടെ കർത്താവ് മരിച്ചത്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് നാം പാപത്തിന് മരിച്ചവർ എന്നുള്ളതായ ആ വലിയ സത്യത്തെ സാക്ഷ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമാണ് ഉള്ളത്. അപ്പോൾ പ്രയോഗങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, ഒരു സാരമായ വ്യത്യാസമുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ സ്നാനത്തിൽ ദൈവദാസൻ പറയുകയാണ്, ഞാൻ പാപത്തിന് മരിച്ചവനാണെന്നുള്ള ആ എണ്ണലോടെ ജീവിക്കണം. വളരെ മനോഹരമായൊരു പാട്ടിൽ നാഗൽ സാഹിബ് ഈ അനുഗ്രഹീതമായ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് പാടാം. നമ്മുടെ സ്നാനത്തിന് അത് പാടാൻ പറ്റിയില്ല. കേവലം പാപത്തിനു ചത്തവരായി, കേവലം പാപത്തിനു ചത്തവരായി മേവുക യേശുവിൽ നാം ഹല്ലേലൂയാ, മേവുക യേശുവിൽ നാം ഹല്ലേലൂയാ. ദൈവത്തിൻ ഇഷ്ടത്തിനു ജീവിക്ക നാം, ദൈവത്തിൻ ഇഷ്ടത്തിനു ജീവിക്ക നാം. ജീവൻ്റെ പുതുക്കത്തിൽ ഹല്ലേലൂയാ, ജീവൻ്റെ പുതുക്കത്തിൽ ഹല്ലേലൂയാ. എല്ലാവരും ഈ പാട്ടിൻ്റെ ലൈനൊന്ന് മനപ്പാടും പഠിച്ചിരുന്നാൽ നല്ലതാണ്. അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങളും എന്തോ ഒരു മനോഹരമായിട്ടാണ് ഈ ദൈവദാസൻ ആ പാട്ടിൻ്റെ സ്റ്റാൻസയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ചയോടെ ജീവിക്കാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഈ കാര്യങ്ങൾ ഒന്നെടുത്തു പറയാം. ചില വാക്യങ്ങളിൽ ഇത് വേറിട്ടും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ വാക്യങ്ങൾ കൂടെ ചേർത്ത് പറയാം എന്ന് വിചാരിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഈ ആശയം ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട്. പാപം ചെയ്യുന്ന പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ് അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ പ്രയോഗത്തിൽ ഞാനീ പറഞ്ഞ സത്യം പറയുകയാണ്. പാപം ചെയ്യുന്ന പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെയും പൗലോസ് ഈ സത്യം വേറൊരു വാചകത്തിൽ പറയുന്നുണ്ട്. ഗലാത്യർ 5:24 നമുക്കൊക്കെ അറിയാവുന്നൊരു വാക്യമാണ്. എങ്കിലും ആ വാക്യത്തിലെ ആ വാചകം ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവിടെ ക്രൂശിച്ചിരിക്കുന്നു. അത് വളരെ അർത്ഥപൂർണമായ പ്രയോഗമാണ്. അപ്പോൾ അവിടെ പറയുന്ന പ്രയോഗം ശ്രദ്ധിച്ചാൽ, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടു കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആ വാക്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഈ രാഗമോഹങ്ങൾ നമ്മെ വളരെ ആകർഷിക്കുന്നതാണ്. അതിന് ആ പ്രയോഗത്തിന് തന്നെ ഒരു താളാത്മകതയുണ്ട്. അപ്പോൾ ഈ രാഗമോഹങ്ങൾ നമുക്ക്
വളരെ നമ്മുടെ ജഡത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്, വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ചില പാപങ്ങൾ ഒക്കെ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് പോലും വളരെ ശ്രമകരമായ കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ ജഡം ഏറെ ഇഷ്ടപ്പെടുന്നതായ അങ്ങനെയുള്ള പാപങ്ങൾ ഉണ്ട്. ചിലതൊക്കെ കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ചില എഴുത്തുകൾ വായിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. അതൊക്കെ ഭയങ്കര അടിമത്വം പോലെ നമ്മെ സ്വാധീനിക്കുന്നതിന് വളരെയധികം സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ത്യാഗപൂർണമായിട്ടും ഇത് നമുക്ക് സാധിക്കണം. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ജഡം ഇഷ്ടപ്പെടുന്ന പലതും അത് ക്രൂശിക്കപ്പെട്ടതാണെന്നുള്ളതായ തിരിച്ചറിവോടുകൂടി വേണ്ട എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഈ സത്യം തന്നെ ഗലാത്യർ 2:20 തുടക്കത്തിൽ പറയുന്നുണ്ട്. ഗലാത്യർ 2:20 നമുക്കെല്ലാം അറിയാം. അതെ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസിൻ്റെ അനുഭവമാണിത്. ആദ്യം പറഞ്ഞ വാക്യത്തിൽ പ്രബോധനമാണ്. എന്നിട്ട് ഇവിടെ പൗലോസ് തൻ്റെ അനുഭവം പറയുകയാണ്. അപ്പോൾ 20-ാമത്തെ വാക്യത്തിൽ ഈ അനുഭവം പറഞ്ഞിട്ടാണ് അനുഭവം പറയുകയാണ് ഗലാത്യർ 2:20. അപ്പോൾ തുടർന്ന് ആ ലേഖനത്തിലെ സത്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടാണ് 5:24 വരുമ്പോൾ ഇതൊരു പ്രബോധനമായിട്ട് ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജഡത്തെ ക്രൂശിച്ച് ജീവിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ വാക്യത്തിൻ്റെ 2-ാം ഭാഗം നമുക്കറിയാം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അടുത്ത വാചകം എന്താണ്? ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ആ വാചകത്തിൻ്റെ അർത്ഥം ഈ ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് പാപത്തെ ക്രൂശിച്ച്, പഴയ മനുഷ്യനെ ക്രൂശിച്ച് ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്, വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതിനെ ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാമോ എന്ന് ശ്രമിക്കുകയാണ്. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ സത്യത്തെ വെളിപ്പെടുത്തുന്ന മറ്റൊരു വാചകം നമ്മൾ കാണുകയാണ്. ഞാൻ തന്നെ അങ്ങ് പറയാം. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്ന് എണ്ണണം. ഇടയ്ക്ക് 2-3 വാക്കുകൾ പറഞ്ഞില്ല. അപ്പോൾ ഈ ആശയം ഒന്ന് ക്രോഡീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്ന് എണ്ണണം. അപ്പോൾ ഈ സത്യം എന്ത് ഗൗരവമായിട്ടാണ് പൗലോസ് പറയുന്നത്? പാപസംബന്ധമായി മരിച്ചവർ എന്ന് എണ്ണി ജീവിക്കണം. ഇനി ഞാനതിനെ ഒന്നുകൂടി ലളിതമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതൊന്നും ഞാനാക്കിയതല്ല, പൗലോസ് ഇത് വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ അത് ഓർപ്പിക്കുവാനിടയായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ ഈ വാക്യം ഞാൻ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നൊരു ഭക്തൻ്റെ സാക്ഷ്യം എൻ്റെ മനസ്സിൽ വന്നു, നിങ്ങളുടെ മനസ്സിലും വന്നു കാണും. അപ്പോൾ ഈ പാപസംബന്ധമായി മരിച്ചവർ എന്ന് എണ്ണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളോടുള്ള ബന്ധത്തിൽ ഈ സമർപ്പണം സൂക്ഷിക്കണം. നമ്മൾ പാപം ചെയ്യുന്നതും ഈ അവയവങ്ങളിലൂടെയാണ്. നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കുന്നതും ഈ അവയവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപസംബന്ധമായി മരിച്ചവർ എന്ന് എണ്ണുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക്
അതിനുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇയ്യോബ് 31:1 നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇയ്യോബ് ചെയ്തതായൊരു വലിയ നിയമമാണ്. എന്താ പറയുന്നത്? ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. എന്ത് ഗൗരവമായിട്ടാണ് ആ ഭക്തൻ ഈ സത്യം എടുത്ത് പറയുന്നത്. അപ്പം ഞാൻ ആ വാചകത്തിൽ നിന്നുകൊണ്ടൊന്ന് ഓർപ്പിക്കട്ടെ. നമ്മുടെ ഓരോ അവയവങ്ങളുമായി നിയമം ചെയ്ത് ജീവിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അതിൽ ഇയ്യോബ് കണ്ണിൻ്റെ കാര്യം പറയുക, എന്നിട്ട് പറയുക ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? അപ്പോൾ അശുദ്ധമായി എൻ്റെ കണ്ണ് ഉപയോഗിക്കുകയില്ലെന്ന് ഒരു നിയമം ചെയ്തു എന്ന് ആ ഭക്തൻ എത്രയോ പ്രാഗൽഭ്യത്തോടു കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ തന്നെ അനേകർ കുറ്റപ്പെടുത്തുന്ന സ്നേഹിതന്മാർ അടുത്ത് വന്നിരുന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പശ്ചാത്തലത്തിലാണ് ഈ വാക്കുകൾ ആ ദൈവദാസൻ ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നത്. സ്നാനസംബന്ധമായ ഉപദേശം വിശദീകരിക്കുമ്പോഴും അവയവങ്ങളുടെ സമർപ്പണം എന്നുള്ളത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതെനിക്ക് കുറച്ച് വിശദമായി പറയണമെന്ന് ഒരാഗ്രഹം തോന്നി, പക്ഷെ നമ്മൾ ഒത്തിരി വിശദമാക്കുന്നില്ല. അത് വിശദമായി പറയണമെങ്കിൽ പല ക്ലാസ്സുകൾ പറയണം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-19 വാക്യങ്ങൾ ഒരേപോലെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ സാരാംശത്തിൽ വലിയ വ്യത്യാസം ഇല്ല. അപ്പോൾ ഈ കാര്യം ഒരധ്യായത്തിൽ തന്നെ ഈ ദൈവദാസൻ ആവർത്തിക്കുന്നു എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നമുക്കതിൽ 19-ാം വാക്യം ഒന്ന് വായിക്കാം. 13-ാം വാക്യം അതുപോലെ തന്നെയാണ് ഉള്ളത്, ആശയം ഒന്ന് തന്നെയാണ്. 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ, 6:19. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങൾ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും. അപ്പോൾ അവിടെ പൗലോസ് വളരെ ലളിതമായിട്ടിത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു. ഇംഗ്ലീഷിലൊരു വേർഷനിൽ വായിക്കുന്നത് ഐ പുട്ട് ദിസ് ഇൻ ഹ്യൂമൻ ടേംസ്. ഞാൻ വലിയൊരു കാര്യം പറയണത് മനുഷ്യർക്ക് മനസ്സിലാകുന്ന നിലയിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ വിശദീകരണം നൽകുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളോടുള്ള ബന്ധത്തിലുള്ള നിർണയമായിട്ടാണത് ഇരിക്കുന്നത്. പിന്നെ താഴെ വാക്യത്തിൽ നമ്മൾ കൃപയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ അവയവങ്ങൾ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു, ആ വാക്യത്തിൽ നിന്ന് നമുക്ക് ഉത്തരം പറയാമല്ലോ. അന്ന് ഈ അവയവങ്ങളൊക്കെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. അപ്പോൾ നാം ഈ കൃപയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ പാപത്തിൻ്റെ അടിമകളെ പോലെയാണ് ഉപയോഗിച്ചിരുന്നത്. അത് മുന്നമേയുണ്ടായിരുന്ന സമർപ്പണം. ഇപ്പോൾ ഈ ദൈവദാസൻ പറയുന്നത്, ഇപ്പോൾ നമ്മെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് ഇതേ അവയവങ്ങളെ തന്നെ. അതിലെ ആ ഒരു വാക്കൊന്ന് നോക്കിക്കേ നിങ്ങൾ, ഇപ്പോഴോ. ആദ്യത്തെ കാര്യം മുമ്പ് പറഞ്ഞിട്ട് പറയുക, ഇപ്പോഴോ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. ഈ സ്നാനത്തിൻ്റെ ഉപദേശം വിശദീകരിക്കുമ്പോൾ സ്നാനത്തിൽ നമ്മൾ കൊടുത്ത സാക്ഷ്യം വിശ്വസ്തമായിട്ട് സൂക്ഷിക്കണമെങ്കിൽ അലസമായൊരു ആത്മീക ജീവിതത്തിൽ സാധിക്കുകയില്ല. മുമ്പിൽ വരുന്ന എല്ലാം കണ്ടും എല്ലാം കേട്ടും എല്ലാം കഴിച്ചും ഒന്നും ജീവിക്കുന്ന ആളുകൾക്ക് ഈ സാക്ഷ്യത്തിൽ വിശ്വസ്തരായിരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി സത്യം ഓർപ്പിക്കുകയാണ്.
അവയവങ്ങൾ പാപത്തിന് മരിച്ചതാണെന്നുള്ളതായ ആ കൃത്യമായ സമർപ്പണത്തോടെ ജീവിക്കാനുള്ള ആവശ്യകത ഉണ്ട്. അപ്പോൾ എന്ത് വ്യക്തമായിട്ടാണ് ദേവദാസൻ ഇത് ഓർപ്പിക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ മരണത്തോടുള്ള ഏകീഭാവത്തിൽ വരുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പാപത്തിന് മരിച്ചതാണെന്ന് ഞാൻ എണ്ണി ജീവിക്കുകയാണ്. റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ആ വാക്യം നമുക്കൊന്നിവിടെ ചേർത്ത് വായിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു. 12-ന്റെ 1-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ പറയുമ്പോൾ എന്താണ് പറയുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അത് തന്നെയാണ് ഈ 6-ാം അധ്യായത്തിന് 13-19 വാക്യങ്ങളിൽ പറഞ്ഞത്. പിന്നെ ഈ 12-ാം അധ്യായം തുടങ്ങുമ്പോൾ അതിന് പറഞ്ഞതിൻ്റെ ഒരു കാരണമുണ്ട്. ആ കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കാം. റോമാലേഖനം 12 മുതലുള്ള അധ്യായങ്ങൾ പ്രായോഗിക ജീവിതത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. 11 വരെയുള്ള അധ്യായങ്ങൾ ഉപദേശപരമായ വിശദീകരണമാണ്. അപ്പോൾ ഉപദേശപരമായ വിശദീകരണം കഴിഞ്ഞ് പ്രായോഗിക ജീവിതത്തെക്കുറിച്ചുള്ള വിശദീകരണം തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നത് 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ഞാനൊരു ഗൗരവതരമായ സത്യമാണ് പറയുക. ഈ സമർപ്പണം സാധിക്കാത്ത ഒരാൾക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക രംഗത്ത് ജയാളികളായിട്ട് ജീവിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് സ്നാനപ്പെട്ട മക്കളോടും കഴിഞ്ഞ ആൾ സ്നാനപ്പെട്ടവരോടൊക്കെ ഞാൻ ഈ കാര്യം ഓർപ്പിക്കുക. നമ്മുടെ അവയവങ്ങളെ വിശുദ്ധിക്കായിട്ട് സമർപ്പിക്കണം. ഞാൻ എത്രയോ വർഷം മുമ്പ് ആ സമർപ്പണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ സമർപ്പണം പുതുക്കും. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യനാണെന്നുള്ളതുകൊണ്ട് ഞാൻ തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവിടെ യാഗമായി സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യാഗവേദിയിൽ എരിഞ്ഞു തീരുകയാണെങ്കിൽ പിന്നെ പാപം ആവർത്തിക്കുകയില്ല. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കുക. പിന്നെ നമ്മൾ ജീവിക്കുക. അത് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളിൽ പലരും ആ സമർപ്പണം അനേക വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് കർത്തൃമേശ എടുക്കാനൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരീരത്തെ വിവേചിക്കണം എന്ന് പറഞ്ഞാൽ 1-11 അത് വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ ശരീരം ആരുടെ വകയാണ്? കർത്താവിൻ്റെ വകയാണ്. അതിൻ്റെ വാക്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. 1-6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, 19-ാമത്തെ വാക്യം. നിങ്ങളുടെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. നമ്മെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളും കർത്താവ് വിലയ്ക്ക് വാങ്ങി. കർത്താവിൻ്റെ വകയാണ്. പക്ഷേ ഈ വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ അവയവങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അതാണ് ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയുള്ള ആരാധന ഞാൻ സാധാരണ വിശദീകരിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്, ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ പറയുന്നത് റീസണബിൾ സർവീസ്. കൃത്യമായി പരിഭാഷ ചെയ്താൽ ന്യായമായ സേവനമാണ് ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ അവയവം കർത്താവിൻ്റെയാണ്. 1-15 പൗലോസ് ചോദിക്കുന്ന ചോദ്യം ഞാൻ എടുത്തു പറഞ്ഞാൽ അത് വ്യക്തമാക്കും. നിങ്ങളുടെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങൾ ആക്കാമോ? ഉത്തരവെന്നെ ഒരു നാളും വരുത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താ അത് അർത്ഥമാക്കുന്നത്? നമ്മുടെ കർത്താവിൻ്റെ അവയവങ്ങളെ
ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ച് ജീവിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പം രക്തം വില കൊടുത്ത് കർത്താവിൻ്റെ ഈ അവയവങ്ങളെ വാങ്ങിയിട്ട് ഞാൻ ആ അവയവങ്ങളെ അശുദ്ധമായ കാര്യത്തിന് ഉപയോഗിക്കുന്നത് അന്യായമാണ്. അപ്പോൾ ന്യായമായ സേവനം എന്ന് പറയുന്നത് ഈ അവയവങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധിക്ക് ഉതകുന്ന നിലയിൽ ഉപയോഗിക്കുന്നതാണ്. ഈ അവയവങ്ങളെ എടുത്ത് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണാനും കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാനും കർത്താവിന് ഇഷ്ടമില്ലാത്തത് വായിക്കാനും അങ്ങനെയുള്ളത് ചിന്തിക്കാനും ഒക്കെ ആയിട്ട് എൻ്റെ അവയവങ്ങളെ ഉപയോഗിക്കുമ്പോൾ അത് അന്യായമാണ്. കൊലോസ്യർ 3:25 വാക്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ പ്രായോഗിക പാഠം ഉൾക്കൊണ്ടാൽ നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങളുമൊക്കെ എന്ത് സൂക്ഷ്മതയോടെ ഉപയോഗിക്കും. ഇപ്പം മൊബൈലില്ലാതെയൊക്കെ ജീവിക്കാൻ പറ്റാത്തൊരു കാലമാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ സമർപ്പണം സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തിക്കൊള്ളണം. ലോകത്തിൽ ആരും ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കില്ല, പക്ഷേ അഗ്നിജ്വാലയ്ക്കൊക്കെ കണ്ണുള്ളവൻ എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ തൽക്കാലം നിർത്തേണ്ടിയിരിക്കുന്നു. ബാക്കി 2 കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. നമ്മുടെ ശരീരങ്ങൾ, അവയവങ്ങൾ പാപത്തിന് മരിച്ചതാണെന്ന് എണ്ണിക്കൊണ്ട് ജീവിക്കണം. അതാണ് അവൻ്റെ മരണത്തോടുള്ള ഏകീഭാവം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാസന് എന്ത് മനോഹരമായിട്ടാണ് ഈ സത്യം റോമാലേഖനത്തിൽ നമുക്ക് വിശദീകരിച്ച് നൽകുന്നത്. അതുകൊണ്ട് ആ പാഠങ്ങളെ ഉൾക്കൊണ്ട് സ്നാനപ്പെട്ട മക്കൾക്ക് വരുന്ന ദിവസം ജീവിക്കാൻ കഴിയട്ടെ. നേരത്തെ സ്നാനപ്പെട്ട നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയും തെറ്റിൽ തുടരാതെ നമുക്ക് മാനസാന്തരപ്പെടാം, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. നമുക്ക് ആ നിയമം ഒന്ന് പുതുക്കാം. ഇയ്യോബിനെ പോലെ ആ നിയമം പുതുക്കി വിശുദ്ധിയോടെ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. പാപത്തിന് മരിച്ചു എന്നുള്ളതായ ആ ഏകീഭാവത്തോടെ ജീവിക്കണം. ഇനി അടക്കത്തോടുള്ള ഏകീഭാവവും പുനരുത്ഥാനത്തോടുള്ള ഏകീഭാവവും ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ട് ശ്രമിക്കാം. ഉപദേശത്തിലെ ഏറ്റവും പ്രായോഗിക പ്രധാനമായ ഒരു കാര്യമാണിത്. ഇവിടെ നമ്മൾ തെറ്റുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പാക്കി ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. സ്നാനം പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ എന്ത് മനോഹരമാണ്. ആ ഉപദേശങ്ങൾ അനുസരിച്ച് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ജയാളികളായിട്ട് ജീവിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.